കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഫ്ലാറ്റ് പെർഫോമൻസ് നടത്തുകയും എന്നാൽ 52 വീക്ക് ഹൈക്ക് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. 20 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള റിലയൻസ് കഴിഞ്ഞ ദിവസം 3002 രൂപയ്ക്കടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 52 വീക്ക് ഹൈ 3024, വാല്യൂഷൻ 29.04. വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ടെലികോം സെക്ടർ റിലയൻസിൻ്റെ പ്രധാന ഗ്രോത്ത് കാറ്റലിസ്റ്റായി പ്രവർത്തിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം JP മോർഗൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. റീറ്റെയിൽ സെഗ്മെൻറ്റിൽ നിന്നും പെട്രോ കെമിക്കൽ സെഗ്മെൻറ്റിൽ നിന്നും മ്യൂട്ടഡ് പെർഫോമൻസ് വേണം നമ്മൾ വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനുകളിൽ പ്രതീക്ഷിക്കാൻ. റീറ്റെയിൽ ഏണിംഗ് മോഡസ്റ്റ് ലെവലിലേക്ക് എത്തുന്നതും പെട്രോ കെമിക്കൽ ബിസിനസ്സിൻ്റെ മാർജിൻ കുറയുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ വരും സെഷനുകളിൽ കമ്പനിയെ നയിക്കുന്നത് റിലയൻസിൻ്റെ ടെലികോം സെക്ടറിലെ പെർഫോമൻസ് ആയിരിക്കും. ടെലികോം സെക്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് JP മോർഗൻ ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗും 3100 രൂപയുടെ ടാർഗറ്റും റിലയൻസിന് നൽകിയിട്ടുണ്ട്. ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസാണ് റിലയൻസ് ഇപ്പോഴും കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 3 മാസം കൊണ്ട് നിഫ്റ്റി 15% റിട്ടേൺ നൽകിയപ്പോൾ റിലയൻസ് 23% റിട്ടേൺ നൽകി. വരുന്ന 3 വർഷത്തോടുകൂടി കമ്പനിയുടെ കൺസോളിഡേറ്റഡ് എബിറ്റ 95% വർദ്ധിക്കുമെന്നും JP മോർഗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇനി ടെലികോം സെക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ ടെലികോം സെക്ടറിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെലികോം സെക്ടർ നെഗറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നു. എന്നാൽ 3 വർഷത്തോടുകൂടി കമ്പനി പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോയിലേക്ക് മാറിയേക്കും. കമ്പനിയുടെ ആവറേജ് റവന്യൂ പെർ യൂസറിലുണ്ടാകുന്ന ഓരോ 11 മുതൽ 12% വളർച്ചയും 2026 ഫിനാൻഷ്യൽ ഇയറിൽ 8.5% CAGR കൂടിയുള്ള ഗ്രോത്ത് കൈവരിക്കാൻ കമ്പനിയെ സഹായിക്കും. ഇതുകൂടാതെ ആവറേജ് റവന്യൂ പെർ യൂസറിലുണ്ടാകുന്ന ഓരോ 10 രൂപ വർധനവും 2026 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിൽ 5% വർധനവിന് കാരണമായേക്കും. പെട്രോ കെമിക്കൽ സെക്ടറിൽ മാർജിൻ പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാന പെട്രോ കെമിക്കലുകളെല്ലാം ഓവർ സപ്ലൈഡ് സോണിൽ തുടരാനാണ് സാധ്യത. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർജിൻ പ്രഷർ കമ്പനിയെ നേരിടാൻ പോകുന്നത്. അതേസമയം ഡീസലിന് മുകളിലുള്ള എക്സൈസ് ഡ്യൂട്ടി ഗവൺമെൻറ് കുറയ്ക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ ഗ്രോസ് റവന്യൂ മാർജിനിൽ വർധനവ് പ്രതീക്ഷിക്കാവുന്നതുമാണ്. റീറ്റെയിൽ സെഗ്മെൻറ്റിൽ നിന്നും മോഡസ്റ്റ് പെർഫോമൻസിന് വേണ്ടി തയ്യാറെടുക്കണം എന്നാണ് JP മോർഗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. റവന്യൂവിലുണ്ടാകുന്ന ഓരോ 1% വർധനവും കൺസോളിഡേറ്റഡ് ഏണിംഗ് ബേസിൽ 20 മുതൽ 30 ബേസിസ് പോയിൻറ്റിൻ്റെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വാല്യൂഷൻ ക്യാച്ചപ്പിലും കമ്പനി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ ഡേറ്റ കൂടാതെ വരും സമയങ്ങളിൽ കമ്പനിയുടെ ഗ്രോത്ത് കാറ്റലിസ്റ്റായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് പ്രധാന ന്യൂസുകൾ: ഒന്ന്, വരും വർഷങ്ങളിൽ റിലയൻസിൻ്റെ റീറ്റെയിലും അല്ലെങ്കിൽ ജിയോ ബിസിനസ്സും ഇൻഡിപെൻഡൻ്റായി മാർക്കറ്റിൽ ലിസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സോളാർ ബിസിനസ്സിലും ഇലക്ട്രോലൈസർ ബിസിനസ്സിലും കമ്പനി സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് വരും സമയങ്ങളിൽ റിലയൻസ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. റിലയൻസ് കോമഡിറ്റി സെക്ടറിലെ ഒരു കമ്പനിയിൽ നിന്നും കൺസ്യൂമർ ഏണിംഗ് അല്ലെങ്കിൽ കൺസ്യൂമർ സ്പെൻഡിംഗ് സെക്ടറിലെ ഒരു കമ്പനിയായി മാറുകയാണ്. ഇതും ലോങ് ടൈമിൽ റിലയൻസിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് 2750 മുകളിൽ ബ്രേക്കൗട്ട് നൽകി. അതിനുശേഷം 3000 ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ അനലിസ്റ്റുകളും ബ്രോക്കേജ് ഏജൻസികളും ലിമിറ്റഡ് അപ്സൈഡാണ് സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. സ്റ്റോക്ക് ഒന്ന് കറക്റ്റായി 2750 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്യുമ്പോൾ റിലയൻസിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന PSU സെഗ്മെൻറ്റിലെ ഒരു സ്റ്റോക്കാണ് NLC ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. കഴിഞ്ഞ ദിവസം NLC 226 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 31,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 12.56, ഡിവിഡൻഡ് ഈൽഡ് 1.55%. NLC ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കേണ്ടതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഈ കമ്പനിയിൽ ഗവൺമെൻറ് OFS പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏകദേശം 7% സ്റ്റേക്കാണ് ഗവൺമെൻറ് ഓഫ്ലോഡ് ചെയ്യുന്നത്. 5% സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യാനും അതിനുശേഷം റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ OFSന് ഗുഡ് റെസ്പോൺസ് ലഭിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 2% സ്റ്റേക്ക് ഗ്രീൻ ഷൂ ഓപ്ഷൻ വഴി ഓഫ്ലോഡ് ചെയ്യാനുമാണ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 223 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. അവിടെ നിന്നും ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് കമ്പനി OFS കൊണ്ടുവന്നിരിക്കുന്നത്. 212 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള OFS ആണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നോൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള OFS ഇന്ന് ആരംഭിക്കും. റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനുള്ള OFS തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷൻ മുതലായിരിക്കും ആരംഭിക്കുക. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ NLC എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്.
NLC എന്ന കമ്പനിയിൽ ഗവൺമെൻറ് OFS കൊണ്ടുവരുമെന്ന് 3 മാസം മുമ്പേ റിപ്പോർട്ടുണ്ടായിരുന്നു. NLCയിൽ ഗവൺമെൻറ്റിന് 79.2% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി 406 കോടി രൂപയുടെ ലോസിൽ നിന്നും 280 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം റവന്യൂ 14% ഇടിഞ്ഞ് 3164 കോടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. NLC ഇന്ത്യ എന്ന സ്റ്റോക്കിൽ ഇന്ന് OFS വരാനും OFSുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് കറക്റ്റ് ആകാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്